My precious friend, എൻ്റെ വിലയേറിയ സ്നേഹിത, as we start this new financial year on this 1st of April, may God's blessings be new in your life. ഇന്ന് ഏപ്രിൽ 1-ാം തീയതി നമ്മൾ ഈ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തികച്ചും പുതുതായിരിക്കട്ടെ. All things shall pass away. പഴയവയെല്ലാം ഒഴിഞ്ഞു പോകും. All things shall be made new. സകലതും പുതുതായിത്തീരും. Our God is a God who delights in making everything new. സകലതും പുതുതാക്കി തീർക്കുന്നതിൽ ആനന്ദിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. When we give our hearts to Him, He makes everything new within us. നാം നമ്മുടെ ഹൃദയം ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ നമ്മിലുള്ള സകലതും ദൈവം നവീകരിക്കുന്നു. When we hand over the times and the days into His hands, He makes everything new. നാം നമ്മുടെ സമയവും ദിവസങ്ങളും ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ ദൈവം സകലതും പുതുതാക്കി തീർക്കുന്നു. Today we have come to hand over this financial year, this month, and ourselves into the hands of our living Lord. ഈ സാമ്പത്തിക വർഷത്തെയും ഈ മാസത്തെയും നമ്മെ തന്നെയും ജീവിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാനാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. The Lord shall make everything new. ദൈവം സകലതും പുതുതാക്കി തീർക്കും. Till now you have sown in tears. നാളിതുവരെ നിങ്ങൾ കണ്ണുനീരിൽ വിതച്ചിരിക്കാം. You have sown with sorrow. നിങ്ങൾ ദുഃഖത്തോടെ വിതച്ചിരിക്കാം. You have sown without hope many times. നിങ്ങൾ യാതൊരു പ്രത്യാശയുമില്ലാതെ വിതച്ചിരിക്കാം. You have been working and working and working. നിങ്ങൾ നാളിതുവരെ കഠിനമായി അധ്വാനിച്ചുകൊണ്ടിരുന്നു. You have been so patient in the midst of all the tribulations. സകല കഷ്ടങ്ങളുടെ മധ്യത്തിലും നിങ്ങൾ ക്ഷമയോടെ കാത്തിരുന്നു. I promise you under the power of the Holy Spirit that God will compensate from now on and make everything new in your life. പരിശുദ്ധാത്മ ശക്തിക്ക് കീഴിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്തം നൽകുന്നു. ഇന്നു മുതൽ ദൈവം നിങ്ങൾക്ക് തക്ക പ്രതിഫലം നൽകും. നിങ്ങളുടെ ജീവിതത്തിലെ സകലതും പുതുതാക്കി തീർക്കും. I will make all things new. ഞാൻ സകലതും പുതുതാക്കി തീർക്കും. God will give you His reward for your patience and for your hard labor, trusting in Him, which you have put in till this moment. ഈ നിമിഷം വരെയുള്ള നിങ്ങളുടെ ദീർഘക്ഷമയ്ക്കും ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ടുള്ള ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടുള്ള നിങ്ങളുടെ കഠിനമായ പ്രയത്നത്തിനും തക്ക പ്രതിഫലം ദൈവം നിങ്ങൾക്ക് തീർച്ചയായും നൽകും. The reward starts now from the Lord in your life. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്നുള്ള പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുവാൻ തുടങ്ങുകയാണ്. Just praise Him and receive the reward in Jesus' name. നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുവിൻ, ദൈവത്തിൽ നിന്നുള്ള പ്രതിഫലം സ്വീകരിക്കുവിൻ യേശുവിന്റെ നാമത്തിൽ. And secondly, രണ്ടാമതായി, wherever you have labored നിങ്ങൾ എവിടെയെല്ലാം അധ്വാനിച്ചുവോ and you have not seen the fruit, അവിടെയൊന്നും നിങ്ങൾക്ക് ഫലം കാണുവാൻ കഴിഞ്ഞില്ല. especially as you have felt bound in your life, bound in your work, bound in your mission, unable to move forward, God is going to give you a release from this very moment. പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും ദൗത്യത്തിലും നിങ്ങൾ കെട്ടപ്പെട്ടവരാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, മുന്നോട്ട് പോകുവാൻ കഴിയുന്നില്ലെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, ഈ നിമിഷം മുതൽ ദൈവം നിങ്ങൾക്ക് ഒരു വിടുതൽ നൽകുവാൻ പോകുന്നു. Everything that has bound you and kept you from moving forward, the Holy Spirit is breaking those bonds and releasing you നിങ്ങളെ into His plan. ബന്ധിച്ചിരിക്കുന്ന, മുന്നോട്ട് പോകുന്നതിൽ നിന്ന് തടുത്തു നിർത്തിയിരിക്കുന്ന സകല ബന്ധനങ്ങളെയും പരിശുദ്ധാത്മാവ് ഇന്ന് തകർക്കുന്നു. ആത്മാവ് ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് നിങ്ങളെ And കെട്ടഴിച്ചു He's വിടുന്നു. putting a wall of fire, a hedge around you and all that you have and everyone who is with you. പരിശുദ്ധാത്മാവ് നിങ്ങൾക്കും നിങ്ങളോട് കൂടെ ഉള്ളവർക്കും നിങ്ങൾക്കുള്ള സകലതിനും ചുറ്റും ഒരു അഗ്നിമതിൽ പടുത്തുയർത്തുന്നു. നിങ്ങൾക്ക് ചുറ്റും വേലി കെട്ടി ഉയർത്തുന്നു. A divine protection is coming upon you, your loved ones and those who work with you. ഒരു സ്വർഗീയ സംരക്ഷണം നിങ്ങളുടെയും പ്രിയപ്പെട്ടവരുടെയും നിങ്ങളോടൊപ്പം ജോലി ചെയ്യുന്നവരുടെയും മേൽ വന്ന് ആവസിക്കുന്നു. No weapon formed against you shall prosper anymore. നിങ്ങൾക്കെതിരായി ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഇനി ഒരിക്കലും ഫലിക്കയില്ല. Your eyes will look at the evil that the devil and his people may be planning,
but they will fall before your eyes. പിശാചും അവന്റെ കൂട്ടാളികളും നിങ്ങൾക്കെതിരായി ഉണ്ടാക്കുന്ന ദുഷ്ട പദ്ധതികൾ നിങ്ങളുടെ കണ്ണുകൾ കണ്ടേക്കാം. എന്നാൽ അത്തരം സകല പദ്ധതികളും നിങ്ങൾക്ക് മുൻപിൽ തകർന്ന് തരിപ്പണമാകും. There is a release for good works. നന്മ പ്രവൃത്തികൾക്കായി നിങ്ങൾക്ക് തീർച്ചയായും ഒരു വിടുതൽ ഉണ്ടാകും. There is a release for prosperity. സമ്പൽ സമൃദ്ധി പ്രാപിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് തീർച്ചയായും വിടുതൽ ഉണ്ടാകും. There is a release for producing wealth in your life and in your missions. നിങ്ങളുടെ ജീവിതത്തിലും അതുപോലെ തന്നെ ദൗത്യങ്ങളിലും സമ്പത്തുണ്ടാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതിന് വേണ്ടി ഒരു വിടുതൽ തീർച്ചയായും ഉണ്ടാകും. There is a release into the supernatural to experience the supernatural power of God. ദൈവത്തിന്റെ പ്രകൃത്യാതീതമായ ശക്തി അനുഭവിച്ചറിയുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഒരു വിടുതൽ ഉണ്ടാകും. There is a release to have visitations from the heavens. സ്വർഗീയ ദർശനങ്ങൾ കാണുവാൻ തീർച്ചയായും നിങ്ങൾക്ക് ഒരു വിടുതൽ ഉണ്ടാകും. The Lord shall visit you. ദൈവം നിങ്ങളെ സന്ദർശിക്കും. What a great joy. എത്ര വലിയ സന്തോഷമാണിത്. I command you to get into that release in the name of Jesus. യേശുവിന്റെ നാമത്തിൽ ആ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. It begins now. അതിപ്പോൾ ആരംഭിക്കുന്നു. There is a release into the supernatural. പ്രകൃത്യാതീതമായ മണ്ഡലങ്ങളിലേക്ക് പ്രവേശിക്കുവാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടാകും. No man shall stop you from doing the works of God. ദൈവത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നതിൽ നിന്ന് ഒരു മനുഷ്യനും നിങ്ങളെ തടുത്തു നിർത്തുവാൻ കഴിയില്ല. Nothing shall stop you. യാതൊന്നും നിങ്ങളെ തടുത്തു Your നിർത്തില്ല. spirit is rising up to get connected with the powerful Holy Spirit to accomplish all the will of God. ദൈവത്തിന്റെ സകല ഹിതവും നിറവേറ്റുന്നതിനു വേണ്ടി അതിശക്തമായ പരിശുദ്ധാത്മാവുമായി ബന്ധം സ്ഥാപിക്കുന്നതിനെ നിങ്ങളുടെ ആത്മാവ് നിങ്ങൾക്കുള്ളിൽ ഉണർന്നെഴുന്നേൽക്കുന്നു. Everything that has been blocked is being removed, and God's open doors are beginning to open right now in Jesus' name, in your life and in your mission. തടസ്സമായി നിന്നിരുന്ന സകലതും പിഴുതെറിയപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും ദൗത്യങ്ങളിലും യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ പുതിയ വാതിലുകൾ തുറക്കപ്പെടുവാൻ ആരംഭിച്ചിരിക്കുന്നു. Thirdly, മൂന്നാമതായി, you have known the name of the Lord. നിങ്ങൾ ദൈവത്തിന്റെ നാമം അറിഞ്ഞിരിക്കുന്നു. You have not denied the name of the Lord. നിങ്ങൾ ദൈവത്തിന്റെ നാമത്തെ തള്ളിക്കളഞ്ഞില്ല. You have kept the word of God. നിങ്ങൾ ദൈവത്തിന്റെ വചനത്തെ കാത്തു സൂക്ഷിച്ചു. So God is opening an open door for you on all sides. Open hearts for you on all sides in the name of Jesus. ആകയാൽ യേശുവിന്റെ നാമത്തിൽ ദൈവം എല്ലാ ഭാഗത്തും നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ പുതിയ വാതിലുകൾ തുറക്കുന്നു. എല്ലാ ഭാഗത്തും ദൈവം നിങ്ങൾക്ക് വേണ്ടി ഹൃദയങ്ങളെ തുറക്കുന്നു. Praise God. ദൈവത്തെ സ്തുതിക്കുവിൻ. And those around you shall gather around you, and there shall be one purpose, especially in your family. നിങ്ങൾക്ക് ചുറ്റിലും വസിക്കുന്നവർ നിങ്ങൾക്ക് ചുറ്റിലും ഒരുമിച്ച് കൂടും. നിങ്ങൾക്കെല്ലാവർക്കും ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ, പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ. And everything that has been stagnating in your family shall be released, and the blessing shall come upon every member of the family from this moment, this financial year. നിങ്ങളുടെ കുടുംബത്തിൽ കെട്ടിക്കിടക്കുന്ന സകലതും കെട്ടഴിച്ചു വിടപ്പെടും. ഈ നിമിഷം മുതൽ, ഈ സാമ്പത്തിക വർഷം മുതൽ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെ മേലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ചൊരിയപ്പെടും. Yes, right now God's hand is coming upon your children. അതെ, ഇപ്പോൾ ദൈവത്തിന്റെ കരം നിങ്ങളുടെ മക്കളുടെ മേൽ വരുന്നു. The things concerning their education are opening up for them to prosper in it. മക്കൾ പഠനത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുന്നതിനു വേണ്ടി അവരുടെ പഠനത്തെ സംബന്ധിച്ച സകല കാര്യങ്ങളും തുറക്കപ്പെടുന്നു. Things concerning the settlement in their life, their career and profession is opening up in Jesus' name for them to be settled with honor. അവർ ജീവിതത്തിൽ അന്തസ്സോടെ നല്ല നിലയിൽ ജീവിക്കുന്നതിനു വേണ്ടി അവരുടെ ജീവിതത്തെ സംബന്ധിച്ച, കരിയറിനെ സംബന്ധിച്ച, ഉദ്യോഗത്തെ സംബന്ധിച്ച സകല കാര്യങ്ങളും അവർക്ക് അനുകൂലമായി തീരുന്നു. അതെല്ലാം തുറക്കപ്പെടുന്നു. And thirdly, the things concerning their marriage is being opened from heaven, and God's choicest partner and the provisions for the marriage
and the blessing of the marriage with a child is being given to your children who need it in the name of Jesus. മൂന്നാമതായി അവരുടെ വിവാഹത്തെ സംബന്ധിച്ച കാര്യങ്ങളെല്ലാം സ്വർഗത്തിൽ നിന്ന് തീരുമാനിക്കപ്പെടുന്നു. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട പങ്കാളികളെ ദൈവം നിങ്ങളുടെ മക്കൾക്ക് നൽകുന്നു. വിവാഹത്തിന് ആവശ്യമായ സകല കാര്യങ്ങളും ദൈവം ഭംഗിയായി നിറവേറ്റുന്നു. വിവാഹശേഷം തക്ക സമയത്ത് ദൈവം ഒരു കുഞ്ഞിനെ ദാനമായി നൽകി നിങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കും. യേശുവിന്റെ നാമത്തിൽ It's opening up right now for your children in the name of Jesus. Receive it. യേശുവിന്റെ നാമത്തിൽ ആ അനുഗ്രഹം നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി തുറക്കപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ അത് സ്വീകരിക്കുവിൻ. And the demonic spirits, the jealous spirits which have worked against you, your family and your children, they are bound right now in Jesus' name. ഇപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ മക്കൾക്കും എതിരായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സകല ദുരാത്മാക്കളെയും അസൂയയുടെ ആത്മാക്കളെയും യേശുവിന്റെ നാമത്തിൽ ദൈവം ബന്ധിക്കുന്നു. No more release for these wicked powers. ഈ ദുഷ്ടശക്തികൾക്ക് ഇനി ഒരിക്കലും ഒരു മോചനവും ലഭിക്കുകയില്ല. Those who have done it shall fail and shall be ashamed. ആരെല്ലാം നിങ്ങൾക്കെതിരായി അത് ചെയ്തുവോ അവർ ജീവിതത്തിൽ പരാജയപ്പെടും, ലജ്ജിതരാകും. Thank you, Jesus, for this blessing and this promise. യേശുവേ, ഈ അനുഗ്രഹത്തിനും ഈ വാഗ്ദത്തത്തിനും നന്ദി. Thank you, Lord. കർത്താവേ, നന്ദി. And the healing is coming upon you, and peace and joy is coming upon the family. നിങ്ങളുടെ മേൽ രോഗസൗഖ്യം ഇറങ്ങി വരുന്നു. സമാധാനവും സന്തോഷവും നിങ്ങളുടെ കുടുംബത്തിൽ ചൊരിയപ്പെടുന്നു. For some of you, no treatment has worked and you are still sick. നിങ്ങളിൽ ചിലർക്ക് ഒരു ചികിത്സയും ഫലിക്കുന്നില്ല. നിങ്ങൾ ഇപ്പോഴും നിരവധി രോഗങ്ങൾ നിമിത്തം ഭാരപ്പെടുകയാണ്. Lord, thank you for opening the new doors for them to be healed right now in Jesus' name. കർത്താവേ, ഈ പ്രിയപ്പെട്ടവർക്ക് രോഗസൗഖ്യം പ്രാപിക്കുന്നതിന് വേണ്ടി പുതിയ വാതിലുകൾ ഇപ്പോൾ തുറക്കപ്പെട്ടതിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ. God's healing and health are being sent from heaven by the power of the Holy Spirit. Receive it now. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ സ്വർഗത്തിൽ നിന്ന് ദൈവിക രോഗശാന്തിയും ആരോഗ്യവും നിങ്ങളിലേക്ക് അയക്കപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ നിങ്ങളത് സ്വീകരിക്കുവിൻ. There is healing that is flowing into you from the wounds of Jesus right now in Jesus' name. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മുറിവുകളിൽ നിന്ന് രോഗസൗഖ്യം നിങ്ങളിലേക്ക് ഒഴുകി വരുന്നു. Be healed. സൗഖ്യം പ്രാപിക്കുവിൻ. No man shall be able to stop you from being well. നിങ്ങൾ സുഖം പ്രാപിക്കുന്നതിൽ നിന്ന് ഒരു മനുഷ്യനും നിങ്ങളെ തടുത്തു നിർത്താനാവില്ല. No man shall be able to speak against you anymore. No woman shall raise their tongue against you anymore in Jesus' ഇനി name. ഒരു പുരുഷനും നിങ്ങൾക്കെതിരായി സംസാരിക്കുവാൻ കഴിയില്ല. ഒരു സ്ത്രീക്കും നിങ്ങൾക്കെതിരായി നാവ് ഉയർത്തുവാൻ കഴിയില്ല. യേശുവിന്റെ നാമത്തിൽ We bind them right now in Jesus' name. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇപ്പോൾ അവരെ ബന്ധിക്കുന്നു. Everyone shall bless you in Jesus' name. എല്ലാവരും യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കും. No man shall be able to stand before you. ഒരു പുരുഷനും നിങ്ങൾക്ക് മുൻപാകെ നിൽക്കാനാവില്ല. No woman too. ഒരു സ്ത്രീക്കും നിങ്ങൾക്ക് മുൻപാകെ നിൽക്കാനാവില്ല. The Lord is raising you to be with Him in heavenly places. സ്വർഗീയ സ്ഥാനങ്ങളിൽ തന്നോടൊപ്പം ആയിരിക്കുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ഉയർത്തുന്നു. New openings, പുതിയ തുടക്കങ്ങൾ, new projects, പുതിയ പദ്ധതികൾ, new blessing, പുതിയ അനുഗ്രഹങ്ങൾ, days of great joy, വലിയ ആനന്ദത്തിന്റെ സുദിനങ്ങൾ, and a release to enjoy every blessing. കൂടാതെ സകല അനുഗ്രഹങ്ങളും ആസ്വദിക്കുവാനുള്ള വിടുതലും. It's coming to you right now in Jesus' അതെല്ലാം name. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ തേടി വരുന്നു. Thank you, Lord, for this blessing. കർത്താവേ, ഈ അനുഗ്രഹത്തിന് നന്ദി. Now, Lord, lay your hands upon everyone who is praying with me, and lay your hands upon me and my family too. ഇപ്പോൾ കർത്താവേ, എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ മേലും എന്റെയും എന്റെ കുടുംബത്തിന്റെ മേലും അങ്ങയുടെ ആണിപ്പാടുള്ള കരങ്ങൾ വെക്കണമേ. Bless, Lord. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. Fulfill all these promises in their lives in the name of Jesus. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിറവേറ്റണമേ. Let Satan fall as lightning and be crushed under their feet. സാത്താൻ ആകാശത്ത് നിന്ന് മിന്നൽ പോലെ വീണു പോകട്ടെ.
അവരുടെ കാൽ കീഴെ ചതഞ്ഞരഞ്ഞ് നശിച്ചു പോകട്ടെ. Every closed door, let it open. അടയ്ക്കപ്പെട്ട സകല വാതിലുകളും തുറക്കപ്പെടട്ടെ. Every bondage, let it break loose. സകല ബന്ധനങ്ങളും ഇപ്പോൾ തകർന്ന് തരിപ്പണമാകട്ടെ. Every promise and the plans that you have for your children come true in their life right now. സകല വാഗ്ദത്തങ്ങളും അങ്ങയുടെ മക്കൾക്ക് വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന സകല പദ്ധതികളും ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ യേശുവിന്റെ നാമത്തിൽ ഒരു യാഥാർത്ഥ്യമായി തീരട്ടെ. Let there be 100 times increase. അവരുടെ ജീവിതത്തിൽ 100 മടങ്ങ് വർധനവ് ഉണ്ടാകട്ടെ. 100 times increase. 100 മടങ്ങ് അനുഗ്രഹ വർധനവ്. Bless them. അവരെ അനുഗ്രഹിക്കണമേ, Bless them. അനുഗ്രഹിക്കണമേ, Bless them. അനുഗ്രഹിക്കണമേ. No man shall be able to stand before them. ഒരു മനുഷ്യനും അവർക്ക് മുൻപാകെ നിൽക്കുവാൻ കഴിയരുത്. Thank you for these blessings are coming in search of all of us, Lord. ഈ അനുഗ്രഹങ്ങൾ ഞങ്ങളെ എല്ലാവരെയും തേടി വരുന്നതിനാൽ നന്ദി. Father, we pray for the elections in Tamil Nadu. പിതാവേ, തമിഴ്നാട്ടിലെ തിരഞ്ഞെടുപ്പിന് വേണ്ടി ഞങ്ങൾ ഭാരത്തോടെ പ്രാർത്ഥിക്കുന്നു. Elections in West Bengal, Kerala and Assam. വെസ്റ്റ് ബംഗാളിലെയും കേരളത്തിലെയും ആസാമിലെയും തിരഞ്ഞെടുപ്പിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Let your hand come upon every voter in the name of Jesus. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങയുടെ കരം ഓരോ വോട്ടർമാരുടെ മേലും വന്ന് ആവസിക്കട്ടെ. Let your hand come upon them and their ballot in Jesus' name. യേശുവിന്റെ നാമത്തിൽ അങ്ങയുടെ കരം അവരുടെ മേലും ബാലറ്റ് പേപ്പർ മേലും വന്ന് ആവസിക്കട്ടെ. And the vote that they cast, let it come upon it also in Jesus' അവർ name. വോട്ട് ചെയ്യുന്നതിന്റെ മേലും യേശുവിന്റെ നാമത്തിൽ അങ്ങയുടെ കരം വന്ന് ആവസിക്കട്ടെ. Let the votes be according to the plan of God. ദൈവത്തിന്റെ പദ്ധതിക്കനുസരിച്ച് അവർ ഓരോരുത്തരും വോട്ട് ചെയ്യട്ടെ. Lord, let your hand come upon the elections in every state and let your will prevail in Jesus' name. കർത്താവേ, എല്ലാ സംസ്ഥാനങ്ങളിലെയും തിരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കുമേൽ അങ്ങയുടെ കരം വന്ന് ആവസിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങയുടെ ഹിതം നടപ്പാകട്ടെ. Let those whom you have destined to win the election be given a new heart to fulfill your will for the sake of caring for the people in the name of Jesus. കർത്താവേ, തിരഞ്ഞെടുപ്പിൽ വിജയം വരിക്കുന്നതിനു വേണ്ടി അങ്ങയാൽ നിശ്ചയിക്കപ്പെട്ടവർ ജനങ്ങളെ പരിപാലിക്കുന്നതിനായി ദൈവത്തിന്റെ ഹിതം നിറവേറ്റുന്നതിനുള്ള ഒരു പുതിയ ഹൃദയം അങ്ങവർക്ക് നൽകണമേ. യേശുവിന്റെ നാമത്തിൽ. Let the people whom you have destined to win and let them have a heart of the fear of the Lord. തിരഞ്ഞെടുപ്പിൽ വിജയം വരിക്കുന്നതിനായി അങ്ങയാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ വിജയം വരിക്കട്ടെ. അവർക്ക് ദൈവഭയമുള്ള ഹൃദയമുണ്ടാകട്ടെ. അവർ ഭക്തിയുള്ളവരായി മാറട്ടെ. Let them have a spirit of compassion and integrity to serve the people. ജനങ്ങളെ സേവിക്കുന്നതിനു വേണ്ടി ആത്മാർത്ഥതയും സത്യസന്ധതയുമുള്ള ഒരു ഹൃദയം അവർക്കുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ. Let them use the tax money properly with the fear of God to serve people and to bring about projects for their development. ജനങ്ങളെ സേവിക്കുന്നതിനും വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതിനും വേണ്ടി നികുതി പണം ശരിയായ രീതിയിൽ അവർ വിനിയോഗിക്കട്ടെ. സത്യസന്ധമായി പണം ചെലവഴിക്കട്ടെ. Let them not do any projects to elevate themselves, but let them do it only to serve the people, Lord. തങ്ങളെ തന്നെ ഉയർത്തുന്നതിനു വേണ്ടി അവർ ഒരു പദ്ധതിയും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുവാൻ ഇടവരരുത്. സകല പദ്ധതികളും ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി അവർ നടപ്പിലാക്കട്ടെ. Give such people the grace to win the election. അതുപോലെയുള്ള ജനങ്ങൾക്ക് തിരഞ്ഞെടുപ്പിൽ വിജയിക്കുവാനുള്ള കൃപ അങ്ങ് ധാരാളമായി നൽകണമേ. Lord, you have asked us to pray for our rulers so that we may live in peace and serve you in peace and serve the people in peace. കർത്താവെ, ഞങ്ങൾ സമാധാനത്തോടെ ജീവിക്കുന്നതിനും അങ്ങയെയും ജനങ്ങളെയും സമാധാനത്തോടെ സേവിക്കുന്നതിനും വേണ്ടി ഞങ്ങളുടെ ഭരണാധികാരികൾക്കായി പ്രാർത്ഥിക്കുവാൻ അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. Today we pray that you will give us such people and an atmosphere to have peace to live, peace to serve, peace to follow you. Open up after these elections in Jesus' name. ഇന്ന് അതുപോലെയുള്ള വ്യക്തികളെ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്നതിനും ഈ തിരഞ്ഞെടുപ്പിന് ശേഷം സമാധാനത്തോടെ ഇവിടെ ജീവിക്കുന്നതിനും സമാധാനത്തോടെ അങ്ങയെ സേവിക്കുന്നതിനും സമാധാനത്തോടെ അങ്ങയെ അനുഗമിക്കുന്നതിനുമുള്ള ഒരു അന്തരീക്ഷം ഈ നാട്ടിൽ ഉണ്ടാകുന്നതിനും വേണ്ടി
ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഭാരത്തോടെ പ്രാർത്ഥിക്കുന്നു. Lord, let these elections even influence the matters concerning the national affairs in the name of Jesus. കർത്താവേ, ഈ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പുകൾ ദേശീയ തലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള തിരഞ്ഞെടുപ്പുകളായി മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. Let this happen now in Jesus' name. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഇത് സംഭവിക്കട്ടെ. Bless these elections, Lord. കർത്താവേ, ഈ തിരഞ്ഞെടുപ്പുകളെ അനുഗ്രഹിക്കണമേ. And let your will be perfected even in our nation through these elections. ഈ തിരഞ്ഞെടുപ്പുകൾ മുഖാന്തരം ഞങ്ങളുടെ രാജ്യത്തും അങ്ങയുടെ ഹിതം നിറവേറട്ടെ. Yes, Lord. അതെ കർത്താവേ, Honor us. ഞങ്ങളെ മാനിക്കണമേ. Take total control. പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കണമേ. And give us freedom in you in the days to come. വരും കാലങ്ങളിൽ അങ്ങിൽ ഞങ്ങൾക്ക് സമ്പൂർണമായ സ്വാതന്ത്ര്യം അങ്ങ് നൽകണമേ. Thank you for doing it, Lord. അപ്രകാരം ചെയ്യുന്നതിന് നന്ദി. We give you all the glory. സകല മഹത്വവും അങ്ങേക്ക് കരേറ്റുന്നു. In Jesus' name. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. My precious friend, എന്റെ വിലയേറിയ സ്നേഹിത, you have prayed with us. നിങ്ങൾ ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിച്ചിരിക്കുന്നു. Continue to pray. തുടർന്നും പ്രാർത്ഥിക്കുക. There will be a great release in the days to come. തീർച്ചയായും വരും കാലങ്ങളിൽ വലിയൊരു വിടുതൽ ഉണ്ടാകും. Exercise your vote as led by the Lord. ദൈവം നയിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ വോട്ടവകാശം And God പ്രയോജനപ്പെടുത്തുക. will bless your efforts. ദൈവം നിങ്ങളുടെ പ്രയത്നങ്ങളെ He's അനുഗ്രഹിക്കും. a God who multiplies the little one into 1,000. ദൈവം ചെറിയവനെ 1000-ആക്കി വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്. He's a God who takes the 5 loaves and multiplies it to feed nearly 25,000 people, men, women and children. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഉൾപ്പെടുന്ന 25,000 ആളുകളെ പോഷിപ്പിക്കുന്നതിനു വേണ്ടി 5 അപ്പവും 2 മീനും അനുഗ്രഹിച്ചു വർദ്ധിപ്പിച്ച കർത്താവാണ് നമ്മുടെ ദൈവം. He can multiply your vote as you cast it as God's representative and God's child. ദൈവത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ, ദൈവത്തിന്റെ പൈതൽ എന്ന നിലയിൽ നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ അതിനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. May God give you that grace. ദൈവം നിങ്ങൾക്ക് ആ കൃപ നൽകുമാറാകട്ടെ. May God give me and all of us the grace. ദൈവം എനിക്കും നമുക്കെല്ലാവർക്കും ആ കൃപ നൽകുമാറാകട്ടെ. Whatever we vote, He will bless it and multiply it. നമ്മൾ എങ്ങനെ വോട്ട് ചെയ്താലും ദൈവം അതിനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. The Lord will perfect His will. ദൈവം തന്റെ ഹിതം ഈ ദേശത്ത് നിറവേറ്റുമെന്നത് തീർച്ച. For all the shame one has gone through, God will give every reward in double measure. ഒരുത്തൻ കടന്നുപോയ സകല ലജ്ജകൾക്കും പകരമായി ദൈവം അവനെ ഇരട്ടി പ്രതിഫലം നൽകും, ഇരട്ടി പ്രശംസയും കീർത്തിയും നൽകും. Thank you for doing it, Lord. കർത്താവെ, അപ്രകാരം ചെയ്യുന്നതിന് നന്ദി. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. And as you have prayed, നിങ്ങൾ ഇപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചതിനാൽ God will bless you and your family and give back everything in double measure, just like He did for Job. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കും. ഇയ്യോബിന്റെ ജീവിതത്തിൽ ചെയ്തതുപോലെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സകലതും ദൈവം നിങ്ങൾക്ക് ഇരട്ടിയായി തിരികെ നൽകും. Let not your heart be troubled. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. May God bless you richly. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. Father, we pray for everyone who is part of the Jesus Calls Business Blessing Plan. പിതാവേ, യേശു വിളിക്കുന്നു ബിസിനസ് അനുഗ്രഹ പദ്ധതിയുടെ ഭാഗമായി തീർന്നിരിക്കുന്ന എല്ലാവർക്കു വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. We pray that your blessing will come upon all their efforts this year. ഈ വർഷം അവരുടെ സകല പ്രയത്നത്തിന്മേലും അങ്ങയുടെ അനുഗ്രഹങ്ങൾ ചൊരിയപ്പെടുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Let them have 100 times return. അവർക്ക് 100 മടങ്ങ് പ്രതിഫലം ലഭിക്കട്ടെ. Honor them. അവരെ മാനിക്കണമേ. Let their businesses increase. അവരുടെ ബിസിനസ് അത്യധികം വർദ്ധിക്കട്ടെ. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Amen. ആമേൻ. My precious friend, എന്റെ വിലയേറിയ സ്നേഹിത, I want to quickly declare the promise for this month. അതിവേഗം ഈ മാസത്തേക്കുള്ള വാഗ്ദത്തം ഞാൻ പ്രഖ്യാപിക്കട്ടെ. Isaiah 43:15. യെശയ്യാവ് 43:15. I am the Lord, your Holy One, Israel's Creator, your King. ഞാൻ നിങ്ങളുടെ പരിശുദ്ധനായ യഹോവയും ഇസ്രായേലിന്റെ സ്രഷ്ടാവും നിങ്ങളുടെ രാജാവും ആകുന്നു. I am the Holy One, says the Lord.
ഞാൻ പരിശുദ്ധനാകുന്നു എന്ന് യഹോവ പറയുന്നു. Yes, he has holiness and he rules over holiness. അതെ, യഹോവയിൽ വിശുദ്ധിയുണ്ട്. വിശുദ്ധിയെ അടക്കി വാഴുന്നതും സർവശക്തനായ യഹോവയാകുന്നു. Yes, he says, I am holy. അതെ, യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ പരിശുദ്ധനാകുന്നു. Leviticus 11:45. ലേവ്യ പുസ്തകം 11:45 He says, I am the Lord who brought you up out of Egypt to be your God. Therefore be holy because I am holy. ദൈവം പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കേണ്ടതിനെ നിങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ച യഹോവയാകുന്നു. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധന്മാരായിരിക്കണം. The Lord is the ruler of holiness. അതെ, ദൈവമാണ് വിശുദ്ധിയെ അടക്കി വാഴുന്നത്. So he brings us out of the bondage of sin and he makes us holy and rules over our lives so that we'll continue to be holy. ആകയാൽ ദൈവം പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവരുന്നു, നമ്മെ വിശുദ്ധരാക്കി തീർക്കുന്നു, കൂടാതെ നമ്മുടെ ജീവിതത്തെ അടക്കി വാഴുന്നു. ആയതുകൊണ്ട് നമ്മൾ തുടർന്നും വിശുദ്ധന്മാരായി ഈ ലോകത്തിൽ ജീവിക്കും. Secondly, in Leviticus 20 and verse 26, രണ്ടാമതായി ലേവ്യ പുസ്തകം 20:26 he says, ദൈവം പറയുന്നു, you are to be holy to me because I am the Lord, I am holy, and I have set you apart from the nations to be my own. യഹോവയായ ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങളും എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം. നിങ്ങൾ എനിക്കുള്ളവരായിരിക്കേണ്ടതിനെ ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. And here in the Indian version of the Bible, Indian languages, it says, it adds one more thing. I'll give you the holiness according to my standard. ഇന്ത്യൻ ഭാഷയിലുള്ള വേദപുസ്തകങ്ങളിൽ ഒരു കാര്യം കൂടെ എഴുതിയിട്ടുണ്ട്. ഞാൻ എൻ്റെ നിലവാരത്തിനനുസരിച്ച് നിങ്ങൾക്ക് വിശുദ്ധി നൽകുമെന്ന് അവിടെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. What is God's standard? എന്താകുന്നു ദൈവത്തിൻ്റെ നിലവാരം? He says, I want you to be alone with me. ദൈവം പറയുന്നു, നിങ്ങൾ എന്നോടൊപ്പം ഏകരായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. In 2 Corinthians 6:17, 2 കൊരിന്ത്യർ 6:17 he says, അവിടെ ദൈവം പറയുന്നു, therefore come out from them and be separate. Touch no unclean thing, and I will receive you. I will be a father to you, and you will be my sons and daughters. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായത് ഒന്നും തൊടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും. He says, you will be my children and you will carry my holiness. ദൈവം അരുളി ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ മക്കളായിരിക്കും, നിങ്ങൾ എൻ്റെ വിശുദ്ധിയെ വഹിച്ചുകൊണ്ട് ജീവിക്കും. And you will have no connection with the evil of the world. ഈ ലോകത്തിന്റെ തിന്മയുമായി നിങ്ങൾക്ക് യാതൊരു ബന്ധവും ഉണ്ടായിരിക്കുകയില്ല. You will not touch the unclean thing. നിങ്ങൾ അശുദ്ധമായതൊന്നും തൊടുകയില്ല. And in Leviticus 22:32, കൂടാതെ ലേവ്യ പുസ്തകം 22:32 I must be acknowledged as holy by the Israelites. Do not profane my holy name. എൻ്റെ വിശുദ്ധ നാമത്തെ നിങ്ങൾ അശുദ്ധമാക്കരുത്. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഞാൻ ശുദ്ധീകരിക്കപ്പെടണം. I will be honored and respected as holy through the holiness that I will give you in your life. ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നൽകുന്ന വിശുദ്ധീകരണം മുഖാന്തരം ഞാൻ വിശുദ്ധനാകണം, മാനിക്കപ്പെടണം. The priests Abihu and Nadab did not bring the right fire to bring the sacrifice to the Lord. ദൈവത്തിന് ഹോമയാഗം അർപ്പിക്കുന്നതിനെ പുരോഹിതനായ അബീഹുവിനും നാദാബിനും സ്വർഗത്തിൽ നിന്ന് യഥാർത്ഥ അഗ്നി ഇറക്കുവാൻ കഴിഞ്ഞില്ല. So they died there. അതുകൊണ്ട് അവിടെ വെച്ച് അവർ രണ്ടുപേരും They മരിച്ചുപോയി. did not do the work of the Lord to bring respect to Him. ദൈവത്തിന് മാനവും മഹത്വവും കരയേറ്റുന്നതിന് ആവശ്യമായ ദൈവിക പ്രവൃത്തി ചെയ്യുവാൻ അവർക്ക് കഴിഞ്ഞില്ല. So they did not offer the holiness, the respect of holiness to God. അതുകൊണ്ട് അവർക്ക് വിശുദ്ധിയോടെ ദൈവത്തിന് മാനവും മഹത്വവും കരയേറ്റുവാൻ കഴിഞ്ഞില്ല. But God says, I will give you the grace when you offer yourself as a living sacrifice to me, to offer the right service to me. എന്നാൽ ദൈവം പറയുന്നു, എനിക്ക് സത്യസന്ധമായി ശുശ്രൂഷ ചെയ്യുന്നതിനു വേണ്ടി നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒരു ജീവനുള്ള യാഗബലിയായി അർപ്പിക്കുവാൻ കഴിയുകയാണെങ്കിൽ
ഞാൻ വിശുദ്ധരായി തീരുന്നതിനുള്ള കൃപ നിങ്ങൾക്ക് നൽകും. God's mercy comes to us for us to offer ourselves as a living sacrifice to serve the Lord, bringing Him respect in all that we do for the Lord. നമ്മൾ നമ്മെ തന്നെ ജീവനുള്ള ഒരു യാഗബലിയായി ദൈവത്തിന് അർപ്പിക്കുന്നതിനും ദൈവത്തെ സേവിക്കുന്നതിനും സകല വിധത്തിലും ദൈവത്തിന് മഹത്വം കരേറ്റുന്നതിനും വേണ്ടി ദൈവത്തിന്റെ കൃപ നമ്മിലേക്ക് വരുന്നു. Mercy ദൈവത്തിന്റെ കൃപ that comes to us അത് നമ്മിലേക്ക് വരുന്നു. to offer ourselves as a living sacrifice to bring holiness to Him. ബുദ്ധിയുള്ള ആരാധനയായി നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി അർപ്പിക്കേണ്ടതിനെ Romans 12:1 says, റോമർ 12:1 അപ്രകാരം പറയുന്നു. even today, my friends, ഇന്നും എൻ്റെ പ്രിയ സ്നേഹിതന്മാരെ, God is coming to you as holy. ഒരു വിശുദ്ധനായി സർവശക്തനായ ദൈവം നിങ്ങളിലേക്ക് വരുന്നു. He will rule holiness in your life. ദൈവം നിങ്ങളുടെ ജീവിതത്തെ വിശുദ്ധിയാൽ ഭരിക്കും. Father, we surrender ourselves as a living sacrifice to you. പിതാവേ, ജീവനുള്ള യാഗബലിയായി ഞങ്ങൾ ഞങ്ങളെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. Give us grace. ഞങ്ങൾക്ക് കൃപ നൽകണമേ. In Jesus' name. യേശുവിന്റെ നാമത്തിൽ Amen. ആമേൻ. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.